ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹ നിങ്ങളെവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഓരോ വീടുകളിലേക്കും കടന്നു ചെന്ന് നോക്കിയാൽ ഏത് കുടുംബത്തിലെ ഗൃഹനാഥന് അങ്ങനെ ഉറപ്പോടുകൂടി പറയുവാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കേണ്ടതായ കാലത്താണ് ജീവിക്കുന്നത്. ഏത് മാതാവിന് തൻ്റെ മക്കളെക്കുറിച്ച് ഉറപ്പോടുകൂടി പറയുവാൻ സാധിക്കും, ഞാൻ പറയുന്നതിനപ്പുറം അവർ ഒന്നും ചെയ്യുകയില്ല എന്ന്? ഇന്നത്തെ കാലത്ത് എല്ലാവരും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയോട് വന്നു കഴിഞ്ഞപ്പോൾ, ആരും ആരുടെ അധീനതയിൽ അല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ലോകത്ത് നമുക്ക് ദൈവത്തെ എന്തുമാത്രം ഭയന്നാണ് ജീവിക്കുന്നതെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ ഒരു കാലത്താണ് ജീവിക്കുന്നത്. നാം ഇവിടെ ഇന്ന് നോക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു: യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് ഉറപ്പോടുകൂടി പറയുന്നു. കാരണം മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനങ്ങളെ നയിച്ചവനായ യോശുവ ആണ് ഇസ്രായേൽ ജനങ്ങളോട് ഈ കാര്യം ചോദിക്കുന്നത്. അതായത് അവൻ്റെ കുടുംബത്തെക്കുറിച്ച് അവൻ ഉറപ്പോടുകൂടി പറയുകയാണ്: ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക എന്നാണ് പറയുന്നത്. അതായത് നാം നമ്മുടെ ഇന്നത്തെ ഓരോ കുടുംബങ്ങളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്, 2 നേരത്തെ പ്രാർത്ഥന തന്നെ ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ രാവിലെയും സന്ധ്യാസമയത്തും വഴിയിലൂടെ നടന്നു പോകുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു ഇവിടെ ഏത് വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, ഏത് ജാതിയിൽ പിറന്നവരാണ് ജീവിക്കുന്നതെന്ന്. കാരണം രാവിലെ ആണെങ്കിലും സന്ധ്യാസമയത്താണെങ്കിലും ഹിന്ദുക്കളാണെങ്കിൽ നാമം ജപിക്കുന്നതായും ക്രിസ്ത്യാനികളാണെങ്കിൽ പ്രഭാതത്തിലെ അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നത് നമുക്ക് ഏവരും ഒന്നിച്ചു കൂടിയിരുന്ന് ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നതും വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു. ഹിന്ദുക്കളുടെ വീട്ടിലാണെങ്കിൽ പോലും നാമജപം നമുക്ക് കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. ഇന്ന് നാം റോഡിൽ കൂടി നടക്കുന്നത് വളരെ ചുരുക്കമാണെങ്കിലും ഒന്ന് നടന്നു നോക്കുക. ഞാൻ അനുഭവസ്ഥനാണ്. നടന്നു നോക്കിയതിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഒരു വീട്ടിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എന്ന് നാം ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ ഒരു സന്ധ്യാപ്രാർത്ഥനയുടെ ഒച്ച നമ്മൾ കേൾക്കാത്തതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത്, ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിചാരം എന്ന് പറയുന്നത്, ഞാൻ സ്വയം പ്രാപ്തി നേടിക്കഴിഞ്ഞു, എനിക്ക് ഇനിയും ആരെയും പേടിക്കുവാനില്ല, എൻ്റെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്നാണ്. ഇതിൻ്റെയൊക്കെയും പിന്നിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്രവ്യാഗ്രഹമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാരണം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് ഇട്ടിരുന്നു. ദ്രവ്യാഗ്രഹമാണ് ഈ ലോകത്തിലെ സർവ്വദോഷങ്ങൾക്കും കാരണമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് പോവേർട്ടി ആൻഡ് ഇഗ്നറൻസ് വിച്ച് ആർ ദി റൂട്ട്സ് ഓഫ് ഓൾ ക്രൈം ആൻഡ് ഡിസോർഡർ എന്ന് ആണ് പറയുന്നത്. പണ്ട് ദാരിദ്ര്യവും പട്ടിണിയുമായിരുന്നു ഈ ലോകത്തിലെ അജ്ഞതയും പട്ടിണിയുമായിരുന്നു ഈ ലോകത്തിലെ സർവ്വ ദുർമാർഗങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞിരുന്ന കാലത്ത് ഇപ്പോൾ നമുക്ക് അത് അല്പം മാറ്റി പിടിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹമാണ് സർവ ദുർമാർഗങ്ങൾക്കും ദോഷങ്ങൾക്കും കാരണം എന്നുള്ളതാണ് സത്യം. ഇന്ന് ആർക്കെന്തുമാത്രം കിട്ടിയാലും അവർക്കാർക്കും അതുകൊണ്ട് തികയുന്നില്ല. അവർ അതുകൊണ്ട് സന്തുഷ്ടരല്ല. നമുക്ക് ഒരു കാര്യം നമ്മുടെ പിതാക്കന്മാർ കാണിച്ചതായ പാതയിലൂടെ നടക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങളും വേണ്ടി നാം അവനോട് നന്ദി പറയുന്നുണ്ടോ? നമുക്ക് കിട്ടിയിട്ടുള്ളതായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? നാം നമ്മെ തന്നെ നമ്മുടെ പിതാവിനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൃപാദത്തിൽ നമ്മൾ സമർപ്പിക്കുന്നുണ്ടോ?
പണ്ടൊക്കെ എൻ്റെ വല്യപ്പച്ചന്മാരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുരിശ് വരയ്ക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തോ അപ്പച്ച പ്രാർത്ഥിക്കാനിരിക്കുവാണോ അതോ ഇപ്പം എന്തിനാ കുരിശ് വരയ്ക്കുന്നു ചോദിച്ചപ്പോൾ എന്നോടത് പറഞ്ഞിട്ടുള്ളത്, മകനെ ഞാൻ ദൈവത്തിൽ എന്നെ സമർപ്പിച്ചുകൊണ്ട് പോകുന്നു. തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴും അപ്പച്ചൻ കുരിശ് വരയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരോട് പറയുന്നത്, അപ്പച്ചൻ കുരിശ് വരച്ചുകൊണ്ടാണ് വരുന്നത്, പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കൊള്ളാൻ. പക്ഷേ അപ്പച്ചനോട് ചോദിക്കുമ്പോൾ അപ്പച്ചൻ പറയുമായിരുന്നു, ഞാൻ തിരിച്ചു വന്നത് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നതിന് നന്ദി പറയുകയായിരുന്നു മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർന്നതുകൊണ്ട് എനിക്കും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിന് യാതൊരു സംശയമില്ല. ഇന്ന് ഞാൻ എന്തൊക്കെയോ ആണ് എങ്കിൽ അതിനൊക്കെയും കാരണം എൻ്റെ ദൈവമാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. അതിന് പ്രകാരം ഞാൻ അവനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു തീരുമാനം മാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ആരെയും സഹായിക്കാൻ എനിക്ക് സാധിച്ചില്ല എങ്കിലും ഞാൻ ആരെയും ഉപദ്രവിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനം എന്നിലുള്ളത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.